വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും വാക്പോര് മുറുകുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കേവല ഭൂരിപക്ഷത്തിന്റെ കരുത്തിൽ മണ്ഡല പുനർനിർണയം തങ്ങൾക്ക് അനുകൂലമായി അടിച്ചേൽപ്പിക്കാനുള്ള ബി നീക്കമാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നു. എന്നാൽ ഇത് ചരിത്രപരമായ നീക്കമാണെന്നും സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. ദില്ലിയിലെ അധികാര സിരാ കേന്ദ്രങ്ങളെ ചൂട് പിടിപ്പിച്ചുകൊണ്ടാണ് വനിതാ സംവരണ ബില്ലിലെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നത്. ബില്ല് പാസാക്കുന്നതിനു മുൻപ് സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം വേണമെന്ന കർക്കശമായ നിലപാടിലാണ് പ്രതിപക്ഷം. വെറുമൊരു പ്രഖ്യാപനത്തിനപ്പുറം മണ്ഡലങ്ങൾ എങ്ങനെ സംവരണം ചെയ്യപ്പെടും എന്നതിൽ സുതാര്യത വേണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നു. വരാനിരിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ നാളെ പ്രധാനമന്ത്രി വിഷയത്തിൽ സംസാരിക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണയത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ സഖ്യം ഉയർത്തുന്നത്. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമാണിതെന്നും സ്ത്രീകളെ ഭരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. 2023 രാഷ്ട്രീയ ഭേദമന്യേ ബില്ലിനെ പിന്തുണച്ച ചരിത്രം ഓർമ്മിപ്പിച്ച മോദി ഇത്തവണയും എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച ലോക്സഭയിലും ശനിയാഴ്ച രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 16-ന് ആരംഭിക്കുന്ന പ്രത്യേക സമ്മേളനത്തോടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുമോ അതോ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ബില്ല് വീണ്ടും തടസ്സപ്പെടുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.